ചേറ്റമാകയാൽ മോഹമകനുവോളം പോർക്കളം വിട്ടു ദൂരെ നിന്നാലസ്യമസ്സു സൽകീർത്തിവർദ്ധനം നിത്യമാദിത്യ ഹൃദയമാം മന്ത്രമിതുത്തമമെത്രയും ഭക്ത്യാജപികൾ കൊണ്ടവൻ ഭക്ഷിപ്പതുമവൻ കൽപ്പകാലാന്തരെ കാരണവക്രനും ആര്യനും മാരനും താരാഗണങ്ങളും നാനാഗ്രതിയുക്താനാം ഗതിപ്രദൻ ചണ്ഡകിരണൻ തരണി ദിനം മൂടിപ്പൊടി കൊണ്ടു ദിക്കുമുടനിട കൂടി ശരങ്ങളും എന്തൊരു ശൂലം മുസലം ഗദാദികളും മേൽക്കുമേലെ പൊഴിച്ചു എല്ലാവർക്കും കേശുവിന്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ അടുക്കളയും കൂടെ ഒന്ന് മണക്കട്ടെന്ന് വിചാരിച്ചിട്ട് ഈ സംഭവം ഒന്ന് കുറച്ച് സമയം ഇവിടെ വെച്ചിട്ട് അങ്ങ് എടുത്തോണ്ട് വെക്കാന്ന് വിചാരിച്ച്. അപ്പൊ കേശു സ്കൂളിൽ പോയിട്ട് ഒരാഴ്ചയായി, മോന് വയ്യാതെയൊക്കെ ആയതുകൊണ്ട് ഒരാഴ്ച കൊണ്ട് സ്കൂളിൽ പോകണില്ലായിരുന്നു. തിങ്കളും ചൊവ്വയും അവന് പ്രോഗ്രാം ആയിരുന്നു. പിന്നെ അങ്ങോട്ട് 3 ദിവസം സ്കൂളിൽ വിട്ടില്ല. അപ്പൊ ഇന്ന് തിങ്കളാഴ്ചയാണ്, ഇന്ന് തൊട്ട് മോനെ സ്കൂളിൽ വിടണം. അപ്പൊ ഇനി ഒരാഴ്ച പോവാത്തതിന്റെ എല്ലാ ചെറിയ ചെറിയ പിണക്കങ്ങളും ചിണക്കങ്ങളും ഒക്കെ കാണും. അപ്പൊ ഇനിതാ ഇന്ന് വീലിപ്പൊക്കെ പോയാൽ പറ്റൂല, അപ്പം ഉണ്ടാക്കണം. അങ്ങനെ ഇനി ഒരു ചായയൊക്കെ ഇട്ട് കുടിക്കണം. കേശു അച്ഛനും ഇതുവരെ ഉണർന്നിട്ടില്ല. അമ്മ എഴുന്നേറ്റ് വന്ന അപ്പോൾ അമ്മയ്ക്ക് ഒരു ചായയൊക്കെ ഇട്ട് കൊടുത്ത് ഞാനും ഒരു ചായയൊക്കെ അങ്ങനെ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. രാവിലെ തൊട്ട് ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ട്. പിന്നെ ഇനി അറിയാൻ വയ്യ എന്താണ് ഇനിയത്തെ അവസ്ഥയെന്നൊക്കെ. ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും ഉള്ളിൽ ഇങ്ങനെ തീയാണല്ലോ. അങ്ങനെ ഇനി ചായയൊക്കെ ഇട്ട് വെച്ചിട്ട് ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് ഇനി കേശുവിനുള്ള ബിരിയാണി റെഡിയാക്കണം. കുറേ നാളായി ഇതുപോലെ ബിരിയാണിയൊക്കെ വെച്ചിട്ട് മോന്. ഇപ്പം മോൻ ബിരിയാണി തിന്ന് അത് മടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഒരു 6:30 മണി ആകുമ്പോഴേക്ക് ഞാൻ ഇതുപോലെ വന്ന് അവിടെ ബെല്ലടിക്കും. ഈ ബെല്ല് അച്ഛനും മോനും ഉള്ള സിഗ്നലാണ്. ഉറങ്ങിയത് മതി, എഴുന്നേറ്റോ എന്നുള്ള സിഗ്നലാണ് ആ ബെല്ല്. ആ ബെല്ല് കേൾക്കുമ്പോഴേക്കും അച്ഛനും മോനും കൂടെ ചാടിക്കൂട്ടി എഴുന്നേറ്റ് ഇങ്ങ് താഴെ വന്നോളും. അപ്പോൾ ഇനി അപ്പം ഉണ്ടാക്കണം. അപ്പോൾ അപ്പത്തിന് കൂട്ടായിട്ട് ഇന്ന് സോയ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കുറേ ദിവസമായി സോയ ചങ്ക്സൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സോയ കറി വെക്കേണ്ട റെസിപ്പിയൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഇന്നലെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് യൂട്യൂബൊക്കെ നോക്കി പഠിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇന്ന് കറി ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ സോയ ചങ്ക്സ് എടുത്ത് ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ് ഒന്ന് കുതിർന്ന് വരാനായിട്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സവാള വേണം, അതുപോലെ പച്ചമുളക് വേണം, ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, അങ്ങനെയുള്ള സംഭവങ്ങൾ, പിന്നെ തക്കാളി, ഇത്രയും സംഭവങ്ങൾ വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. പക്ഷേ സത്യം പറയാമല്ലോ, ഈ കറി വെച്ചിട്ടുണ്ടല്ലോ ഭയങ്കര സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇത്രയും നാൾ ഈ കറിയെപ്പറ്റി അറിയില്ലല്ലോ എന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. അങ്ങനെ കേശുവിനുള്ള ബിരിയാണിയൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം അങ്ങ് റെഡി ആക്കിയാൽ ഉച്ചത്തേക്കുള്ളതായല്ലോ. പിന്നെ ഇനി അപ്പം ഉണ്ടാക്കി ഇനി ആ സോയ കറിയും കൂടെ ആക്കിയാൽ മതി. അപ്പോൾ ഇനി കറി വയ്ക്കാനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പില ഇട്ട് വറ്റൽമുളകിട്ട് ആ സംഭവങ്ങളൊക്കെ എല്ലാം അവിടെ റെഡിയാക്കി വെച്ച് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, അതുപോലെ തന്നെ തക്കാളി ഇട്ടില്ല, സവാള എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. നല്ലതുപോലെ ഇളക്കിയെടുക്കണമെന്നല്ല, നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ഏകദേശം ഒന്ന് ആയി വരുമ്പോഴേക്ക് അതിൽ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കണം. പിന്നെ വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ മുട്ടക്കറിക്കൊക്കെ വഴറ്റുമ്പോൾ അത്രയും അങ്ങ് ഇതായില്ലെങ്കിലും പ്രശ്നമില്ല, ഒന്ന് നല്ലതുപോലെ അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് കിട്ടിയാൽ മതി. അതിനുശേഷം നമ്മൾ സോയ എടുത്ത് ചൂടുവെള്ളത്തിട്ട് വെച്ചിരിക്കുകയല്ലായിരുന്നു, ഇനി അതിനെ ഒന്ന് നല്ലതുപോലെ പിഴിഞ്ഞ് മാറ്റിയെടുക്കണം. പിഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ അത് വെന്ത് കിടപ്പുണ്ട്. അപ്പോൾ അതിനൊന്ന് ആ വെള്ളം നല്ല മുറുക്കി പിഴിഞ്ഞ് മാറ്റിയെടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് ഈ സംഭവങ്ങൾ നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുക്കണം. നല്ല വെണ്ണ പോലെ അരഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാൽ ഒരു വിധം അരയും വേണം. ക്രഷ് ചെയ്തെടുക്കുന്ന പരുവവുമല്ല, ഒരു വിധം ഒന്ന് അരഞ്ഞ് വരണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ നമുക്ക് അതിനൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് ഒരു പാനോ ഒരു പാത്രമോ എന്തെങ്കിലും അടുപ്പത്ത് വെച്ച് അതിൽ ഈ സംഭവങ്ങൾ ഇട്ടിട്ട് ഇനി അതിൽ മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി വേണം, മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ അതുകൂടെയൊക്കെ ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടെ ഇട്ട് ഇളക്കിയതിന് ശേഷം അതൊന്ന് വെള്ളം ഒഴിച്ച് നല്ല ഒന്ന് കുറുക്കിയെടുക്കണം. ഞാൻ ഇത് ഷോർട്ട്സായിട്ട് ഇട്ടേക്കാം ഇതിൻ്റെ റെസിപ്പിയെല്ലാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ സോയയും കൂടെ ഇട്ട്
ഇളക്കി എടുത്താൽ മതി. നമ്മളെ കറി റെഡിയായി. പിന്നെ നമ്മൾ അതിനൊന്ന് കേരള സ്റ്റൈൽ വരുത്താൻ വേണ്ടി കടുകും കൂടിയൊക്കെ താളിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ കറി അവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി അപ്പം ചുടണം. അപ്പം ചുടുന്നതിന് മുന്നേ ഞാൻ അതിലൊന്ന് മുട്ട പൊരിച്ചതാണ്. എനിക്ക് നല്ല പരുവം കിട്ടും അപ്പച്ചട്ടിക്ക്. അപ്പോൾ അതും കൂടെയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ട് ഇനി കേശുവിനെ റെഡി ആക്കണമല്ലോ. അപ്പോൾ കേശുവിൻ്റെ ലഞ്ചും സ്നാക്സും എല്ലാം റെഡിയായി. അതെല്ലാം ഇങ്ങ് എടുത്തുകൊണ്ട് വന്ന് ഞാൻ എപ്പോഴും പറയും പോലെ ഞാൻ കേശുവിനെ കാണിച്ചു കൊടുത്തിട്ട് മാത്രമേ അതൊന്ന് അടച്ച് ബാഗിലോട്ട് ആക്കുള്ളൂ. ഇനി മോൻ്റെ യൂണിഫോം തേച്ചില്ല. യൂണിഫോമൊക്കെ തേച്ച് അവിടെ ചേട്ടൻ അപ്പോഴേക്ക് റെഡിയായി. ഇനി ഞാനും മോനും മാത്രം റെഡി ആവാനായിട്ടുള്ളൂ. ഇനി യൂണിഫോമൊക്കെ തേച്ച് റെഡി ആയിട്ട് കേശുവിനെ സ്കൂളിൽ വിടണം. അതാണ് അടുത്ത പരിപാടി. ഈ ഒരാഴ്ച കൊണ്ട് എനിക്കിതൊക്കെ മിസ് ചെയ്യായിരുന്നു. ഒരാഴ്ചയെന്ന് പറയാൻ പറ്റില്ല, തിങ്കളും ചൊവ്വയും മോൻ സ്കൂളിൽ പോയി. എന്നാലും ഈ രാവിലെയുള്ള ഈ ഓട്ടപ്പാച്ചിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ മോനെ സ്കൂളിലൊക്കെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് നല്ല ഒപ്പവും അതുപോലെ തന്നെ സോയ കറിയും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നല്ല രസമായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അമ്മ വീട്ടിൽ പോവണം. രമേജിനെ അവിടെ പോകണം. ഇനി എന്നൊരു അമ്മേനെ 2 ദിവസം കഴിഞ്ഞിട്ട് വരും. 2 ദിവസം കഴിഞ്ഞിട്ടേ അമ്മ വരുള്ളൂ. ഇത് ക്യാഷ് അറിഞ്ഞില്ല, ക്യാഷ് സ്കൂളിൽ പോയിരിക്കുകയാണ്. വരുമ്പോഴാണ് അറിയണത്. എല്ലാവരും സിനിമയിലെടുക്കും. സാരി എങ്ങോട്ട് ചൊന്നു 15 ഇൻഡിപെൻഡൻസ് ഡേക്ക് കേശുവിന് സ്കൂളിൽ പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതിന് ഡ്രസ്സ് എടുക്കാനായിട്ട് പോകണം. കേശു സോൾജിയറാണ്. ഭയങ്കര വെയിലാണ്. അപ്പോൾ സൺസ്ക്രീൻ മാറി പൊത്തിക്കൊണ്ട് പോകാമെന്ന് വിചാരിക്കണം. ഭയങ്കര വെയിൽ. ഈ വെയിലത്താണെങ്കിൽ മനുഷ്യരുന്നു അങ്ങോട്ട് പോകണത്. എന്നാൽ എനിക്ക് വെയിൽ കൊള്ളുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി കൊണ്ടിട്ട് ഇപ്പോൾ സമയം എത്ര? 10:30. നല്ല ഇനി തിരിച്ചു വരുമ്പോൾ കൊടൂര വെയിലായിരിക്കും. ഇതും കൂടെ കൈ കൊണ്ട് പോവാം തിരിച്ചു വരുമ്പോഴത്തേക്ക്. അല്ലെങ്കിൽ ഈ സൺസ്ക്രീനിൻ്റെ ശക്തിയൊക്കെ തിരിച്ചു വരുമ്പോഴേക്കും തീരും. അപ്പം നമുക്കിനി സോൾജറിൻ്റെ ആർമി ഡ്രസ്സ് എടുക്കണം. ഒന്നിൻ്റെ റെൻറ്റിന് എടുക്കണം, അല്ലെങ്കിൽ വാങ്ങണമെന്ന് പറഞ്ഞാണ് പോകുന്നത്. റെൻറ്റിനാണെങ്കിൽ 350 രൂപ ആവുള്ളൂ. വാങ്ങിക്കാനാണെങ്കിൽ മിക്കത് റേറ്റ് ആവും. എന്തായാലും രാമചന്ദ്രനിലോ അല്ലെങ്കിൽ സിറ്റിക്കകത്ത് പോയിട്ട് നോക്കാം. അമ്മ ഇനി 2-3 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അമ്മയും പോയി. ഞങ്ങൾ ഇനി കേശുവിനുള്ള ആർമി ഡ്രസ്സ് എടുക്കാനായിട്ട് പോവാനായിട്ട് ഇറങ്ങിയാണ്. ആദ്യം സ്കൂട്ടറിൽ പോകാമെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. സത്യം പറഞ്ഞ കാർ കൊണ്ടുപോയി അവിടെ പാർക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് സ്കൂട്ടറിൽ പോകാമെന്ന് വിചാരിച്ചത്. പക്ഷെ എന്നെ കൊണ്ട് പറ്റൂല. ഈ വെയിൽ താങ്ങാനുള്ള ശേഷി എനിക്കില്ല. അതുകൊണ്ട് പിന്നെ ചേട്ടൻ കാർ എടുക്കാമെന്ന് പറഞ്ഞു. കാറിൽ പോയാൽ മെനക്കേടാണ്. എവിടെയെങ്കിലും ഒക്കെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒരുപാട് നടന്നൊക്കെ വേണം പോവാൻ. അത് വിചാരിച്ചിട്ടാണ് സ്കൂട്ടർ എടുക്കാന്ന് വിചാരിച്ചത്. എന്തായാലും കാറ് തന്നെ എടുത്തു. ഞാൻ പറഞ്ഞില്ലേ, ഈ വെയിലാണ്. ഇനി അങ്ങോട്ട് ബൈപ്പാസിൽ കൂടെ പോകുമ്പോഴുള്ള അവസ്ഥ അറിയാലോ. അപ്പൊ ഇനി പ്ലാൻ എന്തിനാണ്? മോന് റെന്റിന് എടുക്കണം അല്ലേ? ചിലപ്പോ രാമേന്ദ്രയില് ചീപ്പ് വിലക്കൊക്കെ കാണും. പിന്നെ നമ്മൾ റെന്റിന് എടുക്കാന്ന് പറഞ്ഞ് വിളിച്ചു ചോദിച്ചപ്പോഴും അവര് പറയണ ഇപ്പൊ ഈ സീസൺ ആയതുകൊണ്ട്, ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് എല്ലാം ബുക്കിംഗ് ആണ്. അപ്പൊ ചെന്ന് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറയണം. പിന്നെ കേശുവിന്റെ സ്വഭാവത്തിന് ആ ഡ്രസ്സിന് തിരിച്ചു കൊടുക്കണമെങ്കിൽ ഇവിടെ കിടന്ന് വിളിയും മേളവുമായിരിക്കും. ഒന്നാമത് ഫാൻസി ഡ്രസ്സിന് മോന് പേര് കൊടുത്തിട്ട് പിന്നെ മോന് വയ്യാത്തത് കൊണ്ട് അവനെ പങ്കെടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പൊ അന്ന് തന്നെ നമ്മൾ എന്നിട്ട് ഫാൻസി ഡ്രസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മോനെ കൊണ്ട് പോയത് തന്നെ ആക്ഷൻ സോങ്ങിനായിട്ട്. അപ്പോഴും പിള്ളേര് ആ ഫാൻസി ഡ്രസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന ആ ഡ്രസ്സൊക്കെ കോസ്റ്റ്യൂം അതിൽ പട്ടാളക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേ പറയായിരുന്നു അവന് പട്ടാളക്കാരനായിട്ട് പോണോന്ന്. അപ്പൊ എന്തായാലും ആ ആഗ്രഹം ഇതോടെ സാധിക്കട്ടെ കേശുവിന്റെ. നല്ല വെയിൽ. ഈ വെയിലത്ത് കാറില് വണ്ടിയിൽ വന്നില്ല, സ്കൂട്ടറിൽ ഭയങ്കര വെയില്.
നേരെ രാമചന്ദ്രനിലോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ പോയ എല്ലാ സാധനങ്ങളും കിട്ടുമല്ലോ എന്നുള്ള ഒരു വിശ്വാസത്തിൽ അങ്ങോട്ടേക്ക് വെച്ച് വിടുകയാണ്. കേശു അറിഞ്ഞില്ല, കേശുവിനെയും കൂടെ കൊണ്ടുപോകാൻ നിന്നാലും നടക്കൂല. ഒന്നാമത്തെ കാര്യം അവൻ ആ ഡ്രസ്സൊക്കെ കാണുമ്പോൾ അപ്പം തന്നെ ഇടണമെന്ന് പറയാം. അതുകൊണ്ട് നമ്മൾ മോനെ സ്കൂളിൽ ഇട്ടതിന് ശേഷമാണ്, പിന്നെ മോനെ കൊണ്ടുപോകാനുള്ള സമയവും ഇല്ല. ഭയങ്കര ബ്ലോക്കായിരുന്നു, പോണ വഴി മുഴുവനും ബ്ലോക്കായിരുന്നു. ഒരു 11 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും. ഇതാണ് പടിഞ്ഞാറേക്കോട്ട. അപ്പൊ ഇവിടെ അത്രയും രാജാവ് പണി കഴിപ്പിച്ച കുറെ സംഭവങ്ങളൊക്കെ കാണാം. ഇതൊക്കെ ഈ മതിലൊക്കെ കണ്ടില്ലേ, ഇതെല്ലാം രാജഭരണകാലത്ത് ഉണ്ടായിരുന്നതാണ്. ഈ സംഭവമൊക്കെ അപ്പോഴുള്ളതല്ലേ. അവിടെ നിന്ന് വീഡിയോ എടുക്കാനുള്ളതായിരുന്നു. അവിടെ നിന്നൊക്കെ ആയിരുന്നു ഒരുപാട് ആ സമയത്തുള്ള കുറെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ. നമ്മൾ പടിഞ്ഞാറക്കോട്ട കയറി ഇനി ഇവിടെ നേരെ പോകുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നട അല്ലേ, തെക്കേ നട? പടിഞ്ഞാറക്കോട്ട അല്ലേ പറയൂല, പടിഞ്ഞാറേ നട ഈ ഭാഗത്താണ്. കുറെ നാളായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ട്. ഇനി ഒരു ദിവസം വരണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. നമ്മളിപ്പോ ഈ നിധിയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേയൊക്കെ, അവിടെ കാണുന്നതിന് മുന്നേയൊക്കെ മിക്കവാറും വരുമായിരുന്നു അല്ലേ? നമ്മള് സ്ഥിരം എല്ലാ വ്യാഴാഴ്ച. ഒന്നാമത് ഇവിടെയാണല്ലോ നമ്മൾ താമസിച്ചോണ്ടിരുന്നത് ആ സമയത്ത്. ചേട്ടന്റെ വീട് ഇവിടെയല്ലേ. അപ്പോഴ് അവിടെ നൈറ്റ് മേളയ്ക്ക് ഇവിടെ നിന്നാണ് അത് കേശുവിന് ശാലിന് ഡ്രസ്സ് എടുത്തോണ്ട് വന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ മിക്കവാറും, ചേട്ടനാണെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും വരുമായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. പിന്നെ അതിനുശേഷം നമുക്കിപ്പോ പഴയതുപോലെ ആ ഒരു രീതിയിൽ വരാൻ പറ്റൂല. അത്രയും സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു സമാധാനം ഇല്ലാത്ത പോലെ. അതുകൊണ്ടാണ് ഇപ്പൊ വരാത്തത്. കേശുവിനെയും കൊണ്ട് വരണം, കേശു ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ നമ്മൾ രാമചന്ദ്രൻ റോഡാണ്. ഇനി ഇവിടെ നിന്ന് നേരെ പോണതാണ് പഴവങ്ങാടി. ഇവിടെ ആയിരുന്നു മഹാബോളി ഇവിടെ ആയിരുന്നല്ലോ, ഈ സൈഡായിരുന്നു. പാർക്കിംഗ് കിട്ടാനാണ് പാട്. നമ്മൾ ഇവിടെയല്ലേ മിക്കവാറും പാർക്ക് ചെയ്യണത്. അയ്യോ ഇവിടെയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇതാണ് കുഴപ്പം. നമ്മൾ സ്കൂട്ടറിൽ വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണോ അങ്ങ് പോവാം. കൊച്ചാർ റോഡ് അല്ലെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെയാണ് കൊണ്ട് പാർക്ക് ചെയ്യണം. ഇപ്പൊ ഇവിടെയും ഫുള്ളാണെന്ന് തോന്നുന്നു. അപ്പം അവിടെയാണ് പാർക്കിംഗ് കിട്ടിയത്. ഭയങ്കര വെയില്. നേരെ രാമേന്ദ്രയിൽ പോയിട്ട് ഡ്രസ്സ് നോക്കണം. അവിടെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ റെന്റിന് എടുക്കാനേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ കയറുന്നത് രാമചന്ദ്രനിലാണ്. അപ്പോൾ അവിടെ കയറി കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ രാമചന്ദ്രനിലോട്ട് പോകണം. അപ്പോൾ താഴെ ചോദിച്ചപ്പോഴത്തേക്ക് മേളിലുണ്ട്, മേളിൽ നോക്കിയാൽ മതി, അവിടെയാണ് കിഡ്സിന്റെ സെക്ഷൻ എന്നൊക്കെ പറഞ്ഞ്. നമുക്ക് ഡ്രസ്സ് കിട്ടി. പക്ഷെ മോൻ്റെ സൈസിനുള്ളതില്ലായിരുന്നു, ചെറുതും പിന്നെ ഉള്ളത് വലുതുമായിരുന്നു. എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് എടുത്തില്ല. എടുക്കാത്തത് എന്തുകൊണ്ടെന്ന് നന്നായി. ഇത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ അടുത്ത കടയിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇത് പട്ടാള ഡ്രസ്സല്ല, ഇത് സുഭാഷ് ചന്ദ്രബോസിൻ്റെതും അംബേദ്കറിൻ്റെയൊക്കെ ഡ്രസ്സായിരുന്നെന്ന്. എന്തോ ഒരു ഭാഗ്യത്തിന് എടുത്തില്ല. കറക്റ്റ് സൈസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതും കൊണ്ട് പോകുമായിരുന്നു. നോക്കട്ടെ, ചിലപ്പോൾ നല്ല വലുതായിരുന്നു. പാൻറ് ചെറുതാവും. ഡ്രസ്സുണ്ട് പക്ഷെ വലുതാണ്. 4 വയസ്സിൻ്റെത്. അതിത്ര 3 വയസ്സിൻ്റെതാ ആദ്യം കാണിച്ച 3 വയസ്സിൻ്റെത്. ഇത് 7 വയസ്സിൻ്റെത്. അല്ലല്ല, ഷർട്ട് ഷോൾഡറൊക്കെ. അവിടുത്തെ ചെന്നിട്ട് കിട്ടിയില്ല. ഇനിയിപ്പോ അടുത്ത് നോവൽറ്റിയിൽ വന്നിരിക്കണം. ഇവിടെ കൂടെ കയറാൻ നോക്കാം. ഇവിടെ മിക്കവാറും കിട്ടേണ്ടതാണ്, ഇല്ലെങ്കിൽ പിന്നെ ഇനി വേറെ നോക്കാം. നോവൽറ്റിയിൽ 2 വയസ്സിൻ്റെതേ ഉള്ളൂ. അത് നോവൽറ്റി ഒന്നും കിട്ടിയില്ല. അങ്ങനെ അടുത്ത് വേറെ കടയിൽ കയറി. അങ്ങനെ ആ ഒരു സ്ഥലത്തിരുന്ന കടകളായ കടകൾ മൊത്തം ഞങ്ങൾ ഈ ആർമി ഡ്രസ്സിന് വേണ്ടി കയറി ഇറങ്ങി. ഒരിടത്തുനിന്നും അവിടെ നിന്ന് കിട്ടിയില്ല. ഡ്രസ്സെല്ലാം ഉണ്ട്, പക്ഷേ ഈ സമയം കൂടെ ആയതുകൊണ്ടായിരിക്കും ഡ്രസ്സൊക്കെ എല്ലാം സോൾഡ് ഔട്ടായി. അതും അല്ലെങ്കിൽ കറക്റ്റ് സൈസും കിട്ടൂല.
അങ്ങനെ അലഞ്ഞ് നമ്മൾ അവസാനം പത്മതീർത്ഥ കുളത്തിൻ്റെ അവിടം വരെ എത്തി. നടന്ന് ഈ വെയിലത്ത് നടന്ന് തളർന്നു. ഈ വെയിലത്ത് അലഞ്ഞ് ഇവിടുന്ന് ഒരിടത്തൊന്നും കിട്ടിയില്ല ഡ്രസ്സ്. ഇനി വേറൊരു അട്ടക്കുളങ്ങര രാമചന്ദ്രനുണ്ട്, ഇതിൻ്റെ തന്നെ പുതിയ രാമചന്ദ്രൻ. ഒന്നേ അവിടെ പോകണം, അല്ലെങ്കിൽ പോത്തീസിൽ അങ്ങനെ എവിടെയെങ്കിലും പോയി നോക്കാമെന്ന് വിചാരിക്കണം. ഭയങ്കര വെയിലും തിരക്ക് കണ്ടില്ലേ. അലഞ്ഞ് അവിടെ ഒരു 10 കടയിലെങ്കിലും കയറിയിട്ടുണ്ട്. അവിടെ ഒരിടത്തും ഇല്ല. ഉണ്ട്, കടകളിലൊക്കെ ഉണ്ട്, എല്ലാം സൈസ് ചെറുത്. 2 വയസ്സിൻ്റെത്, 5, പിന്നെ 7 വയസ്സിൻ്റെത്. ചിലയിടത്തൊന്നും ഇല്ല, ചിലയിടത്തൊക്കെ ഉള്ളതൊക്കെ ഈ ഡ്രസ്സാണ്. ആ രാമചന്ദ്രനിൽ കണ്ട ഡ്രസ്സ് അത് നല്ല കിടിലൻ ഡ്രസ്സായിരുന്നു. പക്ഷെ എന്തെന്ന് പറയാൻ, സൈസ് ഇല്ല, മോന്റെ സൈസിനില്ല. ഓണം ആയില്ല, അതിന് മുമ്പ് ഇപ്പൊ ആടി സെയിൽ നടക്കുകയല്ലേ, അതിന്റെ തിരക്കായിരിക്കും. എല്ലാം ഉണ്ടോ, രാമചന്ദ്രനിലായിരുന്നാലും ആ റോഡെ അടുക്കാൻ വയ്യാത്ത തിരക്ക്, ഭയങ്കര തിരക്ക്. പോത്തീസിൽ നോക്കാം, ഇല്ലെങ്കിൽ പിന്നെ അട്ടക്കുളങ്ങര രാമചന്ദ്രനിൽ പോണം. കുറച്ചും കൂടെ നേരത്തേക്ക് ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഫ്ലിപ്കാർട്ട് എന്തെങ്കിലും ഒക്കെ വാങ്ങാമായിരുന്നു. നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു ഇങ്ങനെ. ഇല്ലെങ്കിൽ പിന്നെ അത് 400, പക്ഷെ സോൾജർ ആർമി ഡ്രസ്സിന് 450 രൂപ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. നമ്മളിപ്പോ റെന്റിന് വാങ്ങിക്കണമെങ്കിൽ ആ റേറ്റ് തന്നെ 350, 400 രൂപ. അതിനേക്കാളും വാങ്ങിച്ചാൽ അതൊരു കേശുവിന് ഇനി അത് ഭയങ്കര ഇഷ്ടമാണ്, പട്ടാള ഡ്രസ്സ് എന്ന് പറയുമ്പോ തന്നെ. ചിലയിടത്തൊക്കെ പോയപ്പോഴത്തേക്ക് ചോദിക്കുമ്പോൾ താഴെ ചോദിക്കുമ്പോൾ അറിഞ്ഞുകൂടാ, നമ്മൾ വലിഞ്ഞ് മുകളിൽ കയറും. മുകളിലാണ് കിഡ്സിന്റെ സെക്ഷൻ എന്ന് പറയാം. അവിടെ ആദ്യം കാണുന്നവർക്ക് ചോദിക്കുമ്പോൾ അവർക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അങ്ങ് അറ്റം ചെല്ലാൻ പറയും. അങ്ങ് അറ്റം നടന്നു ചെല്ലുമ്പോൾ പറയാം അയ്യോ ഇല്ല. അതാണ് ദേഷ്യം വരുന്നത്. അങ്ങനെ ഞങ്ങൾ പോത്തീസിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇനി വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ ഇനി കയറി നോക്കണം. അപ്പോൾ എന്തായാലും ഇവിടെ കിട്ടും എന്നൊരു ഉറപ്പ് മനസ്സിലുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇനി നേരെ റെന്റിന് എടുക്കണം മാത്രമേ നിവർത്തിയുള്ളൂ. കുറേ നാളായി നമ്മൾ പോത്തീസിലൊക്കെ വന്നിട്ടല്ലേ, ഒരുപാട് നാളായി പോത്തീസിലൊക്കെ വന്നിട്ട്. ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരേയില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ഇവിടെ പോത്തീസിൽ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ. അപ്പോൾ നമ്മൾ താഴെ ചോദിച്ചപ്പോൾ തന്നെ ആ പോലീസ് ഡ്രസ്സ്, പട്ടാള ഡ്രസ്സ് എല്ലാം മേളിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഒരു സമാധാനമായിരുന്നു. വന്ന് നോക്കിയപ്പോഴേക്കും നമ്മൾ സൈസ് പറയണമല്ലോ. ഇപ്പോൾ കയറിയതിലൊരു 2-3 കടകളിലൊക്കെ ഉണ്ടായിരുന്നു. കേശുവിൻ്റെ സൈസ് കിട്ടിയില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇവിടെ വന്നപ്പോഴേക്ക് ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, എല്ലാ സൈസിലും അവൈലബിൾ ആയിരുന്നു. പക്ഷേ കേശുവിൻ്റെ സൈസിനേക്കാളും കുറച്ചുകൂടെ വലുതാണ് എടുത്തത്. പക്ഷെ അതായിരുന്നു കേശുവിന് കറക്റ്റ്. അങ്ങനെ ഇവിടെ വന്നപ്പോഴും നമ്മൾ രാമചന്ദ്രനിൽ കണ്ട ആ ഒരു കോസ്റ്റ്യൂം ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടപാടെ നമുക്ക് അവിടെ വെച്ച് അത് ഇഷ്ടപ്പെട്ടായിരുന്നല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു ചേട്ടാ നമുക്ക് അത് മതി, ഇത് വേണ്ട എന്നപ്പോഴാണ് ആ സത്യം നമ്മൾ മനസ്സിലാക്കിയത്. അത് അംബേദ്കറിൻ്റെതും സുഭാഷ് ചന്ദ്ര ബോസിൻ്റെയൊക്കെ കോസ്റ്റ്യൂമാണെന്ന്. ഞങ്ങളത് കറക്റ്റ് ആയിരുന്നെന്നുണ്ടെങ്കിൽ രാമചന്ദ്രനിൽ നിന്ന് അത് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. എന്തായാലും നന്നായി അവിടെ നിന്ന് കിട്ടാത്തത്. അപ്പോൾ ഇതാണ് കറക്റ്റ് പട്ടാളത്തിൻ്റെ കോസ്റ്റ്യൂം. അങ്ങനെ ഞങ്ങളതൊക്കെ വാങ്ങി. ഇത് 655 രൂപയായിരുന്നു ഇതിൻ്റെ റേറ്റ്. അങ്ങനെ അതിൽ തൊപ്പി, മറ്റേ വിസിൽ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഫുൾ സെറ്റാണല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി. ഇനി ബില്ലിടണം. അപ്പോൾ ഇവിടെ വരുമ്പോഴേ ബില്ലിംഗ് സെക്ഷനിലൊക്കെ വരുമ്പോൾ നല്ല രസമാണ്. ബാക്കിൽ ഇങ്ങനെ ആ വിഗ്രഹങ്ങളൊക്കെ വെച്ചിരിക്കും. ഇപ്പം നോക്കിയപ്പോൾ 18-ാം പടിയും അയ്യപ്പനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ ചെയ്ത് ഇനി നേരെ വീട്ടിലോട്ട്. അങ്ങനെ വിയർത്ത് കുളിച്ചിരിക്കുകയാണ്. ഇനി ചേട്ടൻ ഇനി ഇവിടെ അടുത്ത് വേറൊരു കടയിലും കൂടെ പോകണം. അങ്ങനെ അങ്ങ് പോയിരിക്കുന്നത്. ഞാൻ ഈ കാറിനകത്ത് എനിക്ക് നടക്കാൻ വയ്യ, ഈ വെയിലത്ത് വരാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോവാത്തത്. ഇപ്പൊ വിചാരിക്കണം ഇവിടെ ഇരിക്കണേക്കാളും കൂടെ പോയാൽ മതിയായിരുന്നു. ഭയങ്കര ചൂട് സഹിക്കാൻ വയ്യ. അങ്ങനെ പോത്തീസിൽ നിന്ന് എന്തായാലും അവിടെ എല്ലാ ഡ്രസ്സും ഉണ്ട് കേട്ടോ. ആർമി ഡ്രസ്സുണ്ട്, പോലീസ് ഡ്രസ്സുണ്ട്. പിന്നെ ഞങ്ങൾ രാമേന്ദ്രൻ ആ ഡ്രസ്സ് എടുത്തെങ്കിൽ പണി കിട്ടുമായിരുന്നു. അത് പട്ടാള ഡ്രസ്സല്ല, കണ്ടപ്പോൾ നല്ല ഭംഗിയൊക്കെ തോന്നിയത് പട്ടാള ഡ്രസ്സല്ല, അത് സുഭാഷ് ചന്ദ്രബോസിൻ്റെതും. അങ്ങനെ സുഭാഷ് ചന്ദ്രബോസിന്റെ ഡ്രസ്സ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് ഇവിടെയും ഉണ്ടായിരുന്നു. കേശുവിന് ഇതിപ്പം കുറച്ച് വലുതായിരിക്കും, എന്നാലും കുഴപ്പമില്ല. 4 വയസ്സിൻ്റെതില്ല, 2 വയസ്സിനൊക്കെ പട്ടാള ഡ്രസ്സ് കിടക്കണം. 2 വയസ്സിനൊക്കെ എന്തിനാന്ന്. അങ്ങനെ നമ്മള്
ആ രാമേന്ദ്രന്റെ അവിടെ ഒരുപാട് കടയിൽ കയറി ഇറങ്ങിയാണ് വയ്യാത്തത്. നേരെ ഇങ്ങ് പോത്തീസിൽ വന്നാ മതിയായിരുന്നു. നമ്മളിപ്പോ പോത്തീസിൽ വന്നിട്ട് 2-3 വർഷമൊക്കെ ആവും തോന്നുന്നു. ഇപ്പൊ മിക്കവാറും ഡ്രസ്സൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ എന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മളെ വീടിനടുത്തൊക്കെ ഉള്ള കടകളിലെ കുളത്തൂരൊക്കെ ഉള്ള കടകൾ, ചെറിയ ചെറിയ കടകൾ, പക്ഷെ നല്ല അടിപൊളി കളക്ഷൻസും ആയിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഡ്രസ്സുകളായിരിക്കും അവിടെ നിന്ന് കിട്ടുന്നത്. ടോപ്പുകളൊക്കെ അല്ലേ എടുക്കണത്, അല്ലെങ്കിൽ മുമ്പ് ഈ ഡ്രസ്സ് എടുക്കുന്നതൊക്കെ ഒരു ചടങ്ങാണല്ലേ. അപ്പൊ ഒന്നില് രാമചന്ദ്രൻ, പണ്ടൊക്കെ രാമചന്ദ്രനിലാണ് വരണത്. നമ്മൾ അവിടെ നിന്ന് ബസ്സിൽ കയറി രാമചന്ദ്രനിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പോകും, അച്ഛനും അമ്മയും നമ്മളും ഒക്കെ ആയിട്ട്. പിന്നീടാണ് പിന്നെ ഈ പോത്തീസൊക്കെ അതിനുശേഷം, നമ്മളെയൊക്കെ ചെറുതിൽ നിന്നും പോത്തീസ് ഒന്നും ഇല്ലല്ലേ. ഇപ്പൊ ഇവിടെ വന്ന പോത്തീസ് ഉണ്ട്, ജയലക്ഷ്മി ഉണ്ട്. പിന്നെ ഈ പോത്തീസ് സ്വർണ്ണമഹളും ഞാൻ ഇന്നാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഇപ്പൊ വരാറേ ഇല്ല. പണ്ടെന്ന് വെച്ചാലേ, മുമ്പൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് കാര്യങ്ങൾക്ക് വേണമെങ്കിലും ഇങ്ങോട്ട് വന്നാലേ പറ്റുള്ളൂ, നമുക്ക് സിറ്റിക്കകത്ത് വന്നാലേ പറ്റുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല, എല്ലാം നമ്മൾ അങ്ങോട്ടായി തുടങ്ങി. എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ ഡ്രസ്സൊക്കെ ആയിരുന്നാൽ ഇപ്പൊ കൂടുതൽ ഓൺലൈനാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരവും കുറഞ്ഞത്. ഇപ്പൊ പാർക്കിംഗ് ഒക്കെ അടിപൊളി കേട്ടോ ഇപ്പൊ ഇവിടെ പോത്തീസില്. മുമ്പ് ഇതല്ലായിരുന്നു. ഇപ്പൊ അവിടുത്തെ പാർക്കിംഗ് ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. അപ്പുറ സൈഡ് ഒരു പാർക്കിംഗ് ഉണ്ടായിരുന്നു, അവിടെ ആയിരുന്നു. ഇതിപ്പോ നല്ല നല്ല ഭംഗിയുണ്ട് കാണാനും. ചേട്ടൻ വരുമ്പോ ഞാൻ ഇവിടെ ചൂടെടുത്ത് വിയർത്ത് കുളിച്ച് ചത്തിരിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു മോൻ്റെ കോസ്റ്റ്യൂം കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാൻ വഴിയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്തതാ ഈ സംഭവ വികാസങ്ങളൊക്കെ ഇവിടെ അരങ്ങേറിയത്. കൊണ്ടിടിച്ചിട്ട് ഹലോ, ഇപ്പൊ വിളിക്കാം രേഷന. അത് കൊള്ളാം. വണ്ടി ഒതുക്കാൻ പറ. ഈ കിടന്ന് അവരെന്തിനു ബാക്ക് എടുത്തത്? അവരെ വട്ട് നമ്മളോടാ ചോദിക്കണം എന്തോന്നു. നമ്മടത്താ ചോദിക്കണം എന്തോന്നു. അവൻ ബാക്ക് എടുത്തല്ലേ വണ്ടി. അവൻ ബാക്ക് എടുത്തല്ലേ വണ്ടി. അവൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ബാക്ക് എടുത്തിട്ട് അവൻ ബാക്ക് എടുത്തോണ്ടോ ഇടിച്ചിട്ട്. അത് കൊള്ളാല്ലേ. പക്ഷെ ആ സമയത്ത് വീഡിയോ എടുത്തില്ലല്ലേ. ബാക്ക് എടുത്തോണ്ടോ ഇടിച്ചിട്ട് നമ്മളെ പെടുന്ന. അയാൾ അങ്ങനെ നമ്മളടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ വീഡിയോയിൽ ആ ഭാഗം അങ്ങനെ അങ്ങ് ബ്ലറാക്കി കാണിച്ചതാണ്. എന്തിനാണ് നമ്മളായിട്ട് ഓരോരുത്തരുടെ അവരുടെ പ്രൈവസിയാണ്, അതൊക്കെ നമ്മളെല്ലാവരെയും അംഗീകരിക്കണമല്ലോ. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഭാഗത്ത് യാതൊരു തെറ്റും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കാറിൽ വന്ന സമയത്ത് ഞങ്ങളുടെ കാറിൻ്റെ ഫ്രണ്ടിലായിരുന്നു ഈ ഒരു നാനോ കാറ്. അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ 2 ബസ്സിൻ്റെ ഇടയിലായിപ്പോയി ഈ കാറ്. അപ്പോൾ ഞങ്ങളുടെ ബാക്കിൽ ഒന്നാമത് ആയുർവേദ കോളേജിൻ്റെ ഫ്രണ്ടിലേക്ക് ട്രാഫിക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കാറിൻ്റെ തൊട്ട് ബാക്കിൽ ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ നോക്കിയപ്പോഴേക്ക് കാറ് റിവേഴ്സ് എടുത്ത് വരണുണ്ട്. അപ്പോൾ ഈ 2 ബസ്സിൻ്റെ ഇടയിലോട്ട് ഇയാൾ കൊണ്ട് കയറ്റിയതാണ്. അപ്പോൾ ഈ ഡ്രൈവർ ഈ സംസാരിക്കുന്ന ഇത്രയും റൈസ് ആവണ ഇയാളല്ല വണ്ടി ഓടിക്കണം, ഒരു ഹിന്ദിക്കാരനായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ കിടന്ന് മരണ ഹോൺ അടിക്കുകയാണ് ബാക്കിലോട്ട്. ഞാൻ ശരിക്കും പേടിച്ചു. വന്നെങ്കിൽ കാറിൽ ഇടിക്കുമെന്ന് തന്നെ വിചാരിച്ചു. അയാൾ ബാക്ക് വന്ന് നമ്മളെ കാറിൽ തട്ടി മുട്ടിയാണ് അങ്ങ് നിന്നത്. പക്ഷേ നമ്മളെ കാറിന് ഒന്നും സംഭവിച്ചില്ല. കാറിൽ അങ്ങനെ ചെറിയൊരു നമ്പർ പ്ലേറ്റ് മാത്രം ഒന്ന് മടങ്ങിപ്പോയി. അത് നമുക്ക് കുഴപ്പമില്ലാത്ത കാര്യമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം കാറിൽ നിന്ന് ഇറങ്ങാൻ നമുക്ക് ടെൻഷനായിരുന്നു. നമ്മുടെ മനസ്സിൽ കാറ് മൊത്തം ചപ്പിയിട്ടുണ്ടായിരിക്കുമെന്നാണ്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോഴേക്ക് അവർ കാറ് നിർത്തി ഇറങ്ങി വരണുണ്ട്. അപ്പം നമ്മളെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാലേ, അവരിറങ്ങി നമ്മളടുത്തൊരു സോറി പറയാനായിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അയാൾ വന്നിട്ട് ഭയങ്കര ഷോ എന്ന് വെച്ചാൽ റിവേഴ്സ് എടുത്തോ നമ്മളെ കാറ് തട്ടിയതും പോരാ, എന്നിട്ട് ഞങ്ങളെന്തോ കുറ്റം ചെയ്തെന്നുള്ള രീതിയിൽ അവിടെ കിടന്ന് ഭയങ്കര ഷോ ആയിരുന്നു, ഭയങ്കര സംസാരവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊന്നും ഞാൻ ഈ വീഡിയോ തന്നെ ഇത്രയും ലൈറ്റ് കുറച്ചതൊക്കെ ഇനി അവരെ ഒന്ന് കാണിക്കേണ്ട എന്ന് വെച്ചിട്ടാണ്. പിന്നെ അതുമല്ല, അവിടുത്തെ സംസാരങ്ങളും അറിയാമായിരിക്കുമല്ലോ, സംസാരങ്ങളും അത്ര പന്തി അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും കാണിക്കുകയും ചെയ്യാത്തത്. എന്ത് ചെയ്യുന്ന പറയുമ്പോൾ വണ്ടിയെ ബാക്ക് എടുത്തൊന്ന് നമ്മളെ ഇടിച്ച് വണ്ടിയിൽ കൊണ്ട് ഇടിച്ചിട്ട് ഇപ്പൊ അവസാനം അവർ പറയണം അവർ ബാക്ക് എടുത്തില്ലെന്ന്. എന്നാൽ ആ സമയത്ത് ഇത്രയും സമയം ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നതാണ്. ആ സമയത്ത് ഒരു കോൾ വന്നതുകൊണ്ട് വീഡിയോ എടുത്തില്ല. ഇവിടെ കിടന്ന് ഹോൺ അടിച്ച് ബാക്കിൽ കൊണ്ട്, പക്ഷെ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അയാൾ നമ്മളെടുത്ത മോടെ സംസാരിക്കും. ഇതൊക്കെയാണ് ആൾക്കാര്. ആ ബസ്സിന്റെ ഇടയിൽ കൊണ്ട് കയറിയിട്ട് വണ്ടി ബാക്ക് എടുത്ത് വരെയാണ്. ബാക്ക് എടുത്ത് വന്ന് ഇവിടെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അതൊന്നും കേൾക്കാതെ കൊണ്ട് കാറിൽ വന്ന് തട്ടിട്ട് ഇറങ്ങിയപ്പോ തൊട്ട് അയാൾ ചൂടാവണത് എന്താ? ഇറങ്ങിയപ്പോ തൊട്ട് അയാൾ വലിയ ആളാവണം. എന്തൊക്കെ കാര്യങ്ങൾ എടുത്തെടുത്ത്
റിവേഴ്സ് എടുത്ത് വന്നിട്ട് പറയണം അവരെടുത്തത്. പക്ഷെ അവർക്ക് അവിടെ രക്ഷപ്പെടണ്ടേ? ഓ അത്രയും സമയം ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നതാണ്. അതാണ് അതിന്റെക്കാല് രസം. നീ അല്ലെങ്കിൽ ഇങ്ങനെയാണല്ലോ, ആവശ്യത്തിന് ഉപകരിക്കും. ആവശ്യം ഫോൺ വന്നില്ലേ, ഫോൺ സംസാരിച്ചോണ്ടിരുന്നപ്പോ പിന്നെ ഞാൻ വീഡിയോ എടുത്താൽ മതി. അപ്പൊ നിങ്ങൾ പറയും നിനക്ക് അതാണ് അത്യാവശ്യം ചോദിക്കും. ഫോൺ എടുക്കാതെ. എന്റെ ഫോൺ ഫോൺ എവിടാ? അവന്റെ വണ്ടി നമ്പർ ഉണ്ടല്ലോ. ഉണ്ട്. എന്ത് ചെയ്യുന്നു? വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നും പറ്റിയില്ല. എന്നിട്ട് വണ്ടിയിൽ നിന്ന് അവർ ഇറങ്ങിയിട്ട് നമ്മളൊരു വരട്ട് ജസ്റ്റ് ഒന്ന് തട്ടിയതേ ഉള്ളല്ലേ. വണ്ടിക്ക് വേറെ കുഴപ്പമില്ല. ഇറങ്ങിയപ്പോഴും നമ്മൾ വിചാരിച്ച നമ്മളെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയതായിരിക്കും. ഇറങ്ങിയിട്ട് അയാളങ്ങ് ആള് കളിക്കുകയാണ്. ആ സമയം ഞാൻ വീഡിയോ എടുത്തില്ല, അതല്ലേ അതിലും വലിയ കഷ്ടമായി പോയത്. നമ്മൾ ഇത്രയും ഹോൺ അടിച്ചാലാണ് ആ വണ്ടി അവിടെ നിർത്തിയത്. ഇല്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ ഒന്ന് ഇടിച്ച് ബാക്കി കൊണ്ടുപോയനെ. ഞങ്ങളിനി എന്തായാലും അത് പരാതി കൊടുക്കാൻ പോവാണ്ട്. ഞങ്ങളെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കുഴപ്പമില്ല. അവര് ബാക്ക് എടുത്ത് കൊണ്ടുവന്ന് നമ്മളെ വണ്ടിയിൽ തട്ടിയിട്ട് അവർ 4 പേരും കൂടെ ഭയങ്കര ഗുണ്ടായുസമായിരുന്നു. എന്താ ചെയ്യുമെന്ന് പറ. നമ്മൾ കിടന്ന് ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബാക്ക് പറഞ്ഞ എന്തിനാണ് അവിടുന്ന് അയാൾ ബാക്ക് എടുത്തതെന്ന് പോലും അറിഞ്ഞൂടാ. അങ്ങനെ വണ്ടിയിൽ പക്ഷെ വണ്ടിക്ക് വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവര് ബിഹേവിങ് ഒന്നും ശരിയായില്ല. അല്ലെങ്കിൽ ഒരു ലേഡീസ് ഞാനും കൂടെ ഒക്കെ ഉള്ളതാണ്. അവര് ഈ തെറ്റ് ചെയ്യണവർക്കാണല്ലോ കുറച്ചും കൂടെ പ്രശ്നങ്ങൾ കൂടുതൽ. ആ രീതിയിൽ അവിടെ കിടന്ന് ഭയങ്കര ഷോ ആയിരുന്നു. അപ്പൊ എന്തായിരുന്നാലും അതിനെ നമ്മൾ അത് ആ രീതിയിൽ അങ്ങ് പോട്ടെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ എന്ത് പറയണ്ട, ശരി അവരുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റി കൊണ്ടുവന്ന് തട്ടി. അപ്പൊ നമുക്കും അത് പ്രശ്നമില്ല. വണ്ടിയാണ്, നമ്മൾ എല്ലാവരും വണ്ടി ഓടിക്കണവരാണ്. ചില സമയങ്ങളിൽ മനുഷ്യനല്ലേ, കയ്യിൽ നിന്ന് പോവും. വലിയ ആപത്തുകളും കാര്യങ്ങളും ഒന്നും സംഭവിച്ചില്ല. അപ്പൊ എന്ത് വേണം, ജസ്റ്റ് ഇറങ്ങിയിട്ട് അയ്യോ സോറി ഏട്ടാ, അല്ലെങ്കിൽ ഡ്രൈവർ ശ്രദ്ധിച്ചില്ല, അതൊരു ഹിന്ദിക്കാരനാണ് ഡ്രൈവർ, ആള് ശ്രദ്ധിച്ചില്ല, സോറി, അവിടെ കഴിഞ്ഞു. കാരണം നമുക്ക് വണ്ടിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കും ശരി, ഓക്കെ. പക്ഷെ അവർ ഇറങ്ങിയിട്ട് ഭയങ്കര ഗുണ്ടായിസം, നമ്മൾ എന്തോ കൊണ്ട് കാണാത്ത കൊണ്ടിരിക്കും പോലെ. അപ്പൊ അതുകൊണ്ട് ഇനി അതിലിനി ഒരു ഇതുമില്ല. ഞങ്ങൾ നേരെ ഇനി സ്റ്റേഷനിലോട്ട് പോവുകയാണ്, ഇനി പരാതി കൊടുക്കാനായിട്ട്. ഇനി നമ്മളിപ്പോ എങ്ങോട്ടാണ് പോണത്? വഞ്ചിയൂരാ? ലേഡിയാണോ? അപ്പൊ നമ്മളിനി വഞ്ചിയൂര് സ്റ്റേഷനിൽ പോവുകയാണ്. അവിടെ ചെന്ന് നമ്മൾ പരാതി കൊടുത്തിട്ടേ ഇതിൽ ബാക്കി കാര്യമുള്ളൂ. വേറെ കാര്യത്തിലൊന്നുമില്ല. അവര് ബാക്ക് വന്ന് തട്ടിശ്ശേരി. പക്ഷെ അവരാ സമയത്തുള്ള അവരാ ഒരു രീതി ഉണ്ടല്ലോ, അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. തിരുവനന്തപുരം രജിസ്ട്രേഷൻ തന്നെ അല്ലേ? 01 ആണ്. ഇവിടെ പാർക്കിങ്ങിനാണ് സ്ഥലമില്ല, അതെല്ലായിടവും ഫുള്ളാണ് പാർക്കിങ്. നമ്മൾ സ്റ്റേഷന്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ ഇടാമോ? അറിഞ്ഞൂടാ, പറ്റൂല. സത്യം പറഞ്ഞാൽ ഇതുവരെ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല. ആദ്യമായിട്ടൊരു സ്റ്റേഷനിൽ കയറാൻ പോയാണ്. അവിടെ ആണെങ്കിൽ അപ്പുറത്തെ റോഡിൽ നോക്കിയപ്പോഴും അവിടെ നല്ല തിരക്ക് സ്റ്റേഷനിൽ. ബാഗ് ഇരിക്കണം. സത്യം പറഞ്ഞ ഇന്നലത്തെ ആ സംഭവ വികാസങ്ങൾക്ക് ശേഷം പിന്നീട് വീഡിയോ എടുക്കാനോ ഒന്നിനും നമുക്ക് മനസ്സ് വന്നില്ല. ആകെപ്പാടെ നമ്മളെ ഭാഗത്ത് എന്തേലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിട്ടാണ് അവർ ഇത്രയും കിടന്ന് സംസാരിച്ചെങ്കിൽ അതിൽ കാര്യമുണ്ട്. പൂർണ്ണമായിട്ടും ഫുള്ള് കുഴപ്പം അവരുടെ കയ്യിലായിരുന്നിട്ടാണ് അവർ നമ്മളുടെ അടുത്ത് ഇത്രയും ഷോ ഒക്കെ കാണിച്ചത്. അപ്പൊ അതാണ് നമുക്കങ്ങ് ശരിക്കും ഫീൽ ചെയ്തത്. പിന്നെ ലാസ്റ്റ് അവർ പറഞ്ഞത് എന്തറിയാമോ, ആളറിഞ്ഞു വേണം കളിക്കാനായിട്ട്, ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമുക്കത് അറിയണമല്ലോ, അവരാരാണെന്ന് അറിയണമല്ലോ എന്ന് തന്നെ ഞങ്ങളും വിചാരിച്ച്. അങ്ങനെ എന്ത് തോന്നിയ ദിവസവും അവിടെ റോഡിൽ കിടന്ന് കാണിച്ചിട്ട് അവരെന്തോ വലിയ കൊമ്പത്തെ ആൾക്കാരാണ്. അപ്പൊ അവര് തെറ്റ് ചെയ്താലും നമ്മൾ അതൊക്കെ കേട്ട് അവർ പറയുന്ന അസഭ്യവാക്യങ്ങളൊക്കെ കേട്ട് ക്ഷമിച്ച് സഹിച്ച് ഞങ്ങൾ പോണോന്നൊക്കെ പറഞ്ഞാല് നമ്മളെ പോലുള്ള സാധാരണ ആൾക്കാർക്കും ഇവിടെയൊക്കെ ജീവിക്കണ്ടേ. അപ്പൊ നമ്മളിങ്ങനെ ഈ ഒരു ഇതിന്റെ ബാക്കിൽ പോണോന്നോ അങ്ങനെ ഒന്നും ആഗ്രഹിച്ചതല്ല. പക്ഷെ പിന്നീട് നമുക്ക് ഇവർ പറഞ്ഞ വാക്കുകളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഇത് തോന്നി. അങ്ങനെ ഞങ്ങള് ആൾക്കാരോട്ടൊക്കെ സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞു എന്തായാലും ആ ഒരു പരാതി കൊടുക്കാൻ പറഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങൾ പോയത്.
പക്ഷെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴേക്കും അവരെല്ലാം നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. അവരപ്പം തന്നെ നമ്പർ എടുക്കുമല്ലോ, SI നമ്പർ എടുത്ത സമയത്ത് ആണ് മനസ്സിലായത് അവരൊക്കെ വലിയ ബെഡ ടീമുകളാണെന്ന്. അപ്പൊ നമ്മളിപ്പോ അവരാരാണ് എന്താണ് അങ്ങനെ ഒന്നും പറയണില്ല. അപ്പൊ ശരി, അവര് വലിയ ആൾക്കാരാണ്, കാര്യങ്ങളാണ്, ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് എന്ന് വെച്ചിട്ട് നമ്മളെ ഭാഗത്ത് ഒരു തെറ്റില്ലായിരിക്കുമ്പോ നമ്മളുടെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത് മോശമല്ലേ? അങ്ങനെ പക്ഷെ ഈ പറയും പോലെ എല്ലാ കാര്യത്തിലും അതിന്റെ ഉത്തരവാദിത്വപ്പെട്ടവരോ അല്ലെങ്കിൽ അതുമായിട്ട് അതിന്റെ ആൾക്കാർക്കോ ഒരു പ്രശ്നങ്ങളും കാണുമല്ലോ. ചിലപ്പോ ഇപ്പൊ ഈ പറഞ്ഞ അവിടുത്തെ ഏറ്റവും മുകളിലുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് ഇത് സംഭവിച്ചെങ്കിൽ ആള് ചിലപ്പോ ഉറപ്പായിട്ടും നമ്മുടെ അടുത്തൊരു സോറി എങ്കിലും പറയുമായിരുന്നു. പിന്നീട് നമ്മൾ അന്വേഷിച്ച സമയത്ത് ഇപ്പൊ അവിടെ CCTV കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ, എല്ലാം തെളിവുണ്ടല്ലോ. അങ്ങനെ എല്ലാ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ 100% ശരിയാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് എല്ലാരും നമ്മളെ കൂടെ നിന്നത്. അങ്ങനെ ചെന്ന സമയത്ത് പറഞ്ഞത് അപ്പൊ ഈ ഒരു ഇതിന്റെ ബലത്തിലാണ് അവർ പറഞ്ഞത് ഞങ്ങൾ ആരാണെന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞത്. പിന്നെ അപ്പോഴും ഞങ്ങൾക്ക് അറിഞ്ഞൂടെ ഇവർ ആരാണെന്നൊന്നും. പിന്നെ സ്റ്റേഷനിൽ ചെന്ന സമയത്താണ് ഇന്ന ആൾക്കാരാണ് നമുക്ക് പിടികിട്ടിയത്. പക്ഷേ നമ്മൾ അവിടുത്തെ ആൾക്കാരുടെ അതിന്റെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഈ നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന വീഡിയോയും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ അയച്ചു കൊടുത്തു. അപ്പം അവിടെ അവര് വേണ്ടപ്പെട്ട ആൾ എന്ന് പറയാനായിട്ട് അതിന്റെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇതെല്ലാം അയച്ചു കൊടുത്ത സമയത്ത് അവർക്കത് എന്താണ് നമ്മൾ പറഞ്ഞത്, നമ്മളെ ഭാഗത്ത് ഒരു തെറ്റില്ലെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും അവര് ഞങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കുള്ള പരാതി നമ്മൾ അവരുടെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ നമ്മളടുത്ത് ഇത്രയും ബഹളം വെച്ചവരെല്ലാം അവിടുത്തെ സ്റ്റാഫുകളാണ്, ഇപ്പൊ പുതുതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരാണെന്ന്. അപ്പൊ വേണമെങ്കിൽ അവരെ പിരിച്ചുവിടാന്ന് വരെ പറഞ്ഞു. അപ്പൊ നമുക്ക് അങ്ങനെ യാതൊരു താല്പര്യവുമില്ല. അയാളിപ്പോ അവിടെ അത്രയും കിടന്ന് ബഹളം വെച്ച അയാളുടെ ബാക്കിൽ ഒരു കുടുംബവും ഒരുപാട് പ്രാരാബ്ദങ്ങളും കാണും. പക്ഷെ ആ സമയത്ത് അയാൾ അതൊന്നും ചിന്തിക്കണില്ല എന്നാൽ തന്നെ നമ്മൾ അതൊക്കെ ചിന്തിക്കണമല്ലോ. അതുകൊണ്ട് ഒരാളെയും കഞ്ഞൂട്ട് മുട്ടിച്ചുകൊണ്ടുള്ള ഒരു കാര്യത്തിന് നമ്മൾ നിൽക്കണില്ല. ഇപ്പൊ അയാളെ പിരിച്ചുവിട്ടണമെന്നോ കാര്യങ്ങളോ ഒന്നും അല്ല പറയാൻ, ഒന്നും നമുക്ക് താല്പര്യവും ഇല്ല. പക്ഷെ അയാൾ കാണിച്ച ഈ പോക്കർത്തരമൊക്കെ മനസ്സിലാവണ്ടേ. ഇനി ഒരാളെടുത്ത് അയാൾ ഇതിന്റെ ബേസിൽ ഞാൻ ഇവിടുത്തെ ആളാണ്, ഇവിടുത്തെ സ്റ്റാഫാണ്, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാന്നുള്ള ആ ഒരു രീതി മാറ്റണമല്ലോ. അപ്പോ അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ കാര്യത്തിലും എല്ലാ സ്ഥലത്തായിരുന്നാലും അതിന്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ആൾക്കാർക്കൊന്നും അല്ല കുഴപ്പം. അവിടെ ഈ കുറച്ച് ഇത്തിക്കണ്ണി പോലത്തെ കുറച്ച് ആൾക്കാർ കാണുമല്ലോ, അവരാണ് ഇതിന്റെ ബേസിൽ കിടന്ന് ഈ ആള് കളിക്കണത്. അപ്പോ പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ഇങ്ങനെ ആയപ്പോ നമ്മളിപ്പോ ആരെന്നോ എന്തെന്നോ ഒന്നും ഞങ്ങൾ പറയണില്ല. അപ്പോ അതിന്റെ ബേസിൽ ഒരു ഷോ എന്നുവെച്ചാൽ അവർക്ക് എന്ത് കാണിക്കാം, ആരും ചോദ്യം ചെയ്യില്ല എന്നുള്ള ഒരു ബലം അല്ലെങ്കിൽ ധൈര്യമാണ് അവർ കാണിച്ചത്. അപ്പോ ചിലപ്പോ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളാലപ്പോ അവരെ വിളിപ്പിക്കാം എന്ന് പറഞ്ഞിരിക്കാം. ചിലപ്പോ ഇന്നോ നാളെ അവരെ വിളിപ്പിക്കുമായിരിക്കും, എങ്കിൽ നമുക്ക് വീണ്ടും പോകേണ്ടി വരും. അപ്പോ ഇതൊക്കെയാണ് ഇന്നലെ നല്ല സന്തോഷമായിട്ട് ഒരു യാത്ര പോയതാണ്. അവസാനം ഇങ്ങനെയൊക്കെ കലാശിച്ചത്. അത് എപ്പോഴും അങ്ങനെയാണല്ലോ എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇപ്പൊ ചേട്ടൻ പറയുന്നുണ്ട് ഇനി എവിടെയെങ്കിലും യാത്ര പോകണമെന്നുണ്ടെങ്കിൽ നീ ഇതിന്റെ ഫോൺ ഓഫ് ആവുകയെ ചെയ്യരുത്, ലൈവായിട്ട് വീഡിയോസ് എടുത്തുകൊണ്ട് വേണം പോവാനെന്ന്. ഇതുപോലുള്ള കാര്യങ്ങൾ ഇതിപ്പോ എന്റെ കയ്യിൽ ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ തന്നെ തീരാന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നോള്. എന്തെന്ന് പറയാൻ കേട്ടോ, ആ സമയത്ത് തന്നെ എന്തെങ്കിലും സംഭവിക്കുമല്ലോ. ആ ഒരു കോള് വന്നതിന്റെ പേരിലായിരുന്നു ഞാൻ ഇത് കട്ട് ചെയ്തത്. ചേട്ടന് വന്ന കോളായിരുന്നു. അപ്പൊ ചേട്ടൻ ഡ്രൈവ് ചെയ്യണത് കൊണ്ട് ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്ത് ഒരു ഇമ്പോർട്ടന്റ് കോൾ ആയതുകൊണ്ടാണ് അത് അറ്റൻഡ് ചെയ്തിട്ട് ഞാനിങ്ങനെ സ്പീക്കർ ഓൺ ആക്കി എന്റെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ ചേട്ടന് കേട്ട അതിന്റെ മറുപടി പറയാമല്ലോ. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്ന എന്റെ ഫോൺ ഞാനങ്ങ് മടിയിൽ വെച്ചു. ആ സെക്കൻഡുകളിലാണ് ഈ സംഭവങ്ങളെല്ലാം സംഭവിച്ചത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങുമ്പോണ്ടല്ലോ അവിടുത്തെ ഓരോ അന്തരീക്ഷം, ഓരോ ആൾക്കാരും, ഈ ഓരോ കുറ്റവാളികളും അവരുടെ അടുത്ത് പോലീസുകാര് ഓരോന്നിങ്ങനെ ചോദിക്കണതും പറയണതും ഒക്കെ ഒരു വല്ലാത്ത അന്തരീക്ഷമാണ്. നമ്മൾ സിനിമയിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. എനിക്കാണെങ്കിൽ അവിടെ കയറിയപ്പോൾ ഈശ്വര നമ്മൾ എന്തോ ഒരു കുറ്റവാളികളെ പോലെയാണ് എനിക്ക് തോന്നിയത്. ആരെങ്കിലും കണ്ടാൽ വിചാരിക്കൂലേ ഇവരും എന്തോ ചെയ്തിട്ട് വന്നത്. എനിക്ക് അങ്ങനെയൊക്കെയാണ് അതിനകത്ത് കയറുന്നത്. പ്രത്യേകിച്ച് മഞ്ചൂർ സ്റ്റേഷൻ എന്ന് പറയുമ്പോഴേക്ക് റോഡിൽ പോണവർക്ക് എല്ലാ സ്റ്റേഷനും അങ്ങനെ തന്നെയാണ്, എന്നാലും ആൾക്കാരൊക്കെ കാണുകയൊക്കെ ചെയ്യൂല. അങ്ങനെ എന്തൊക്കെയാണ് എന്റെ മനസ്സിൽ വന്നത്. അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളത് കാണുന്നത് FB-യിലാണെങ്കിൽ എന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.